ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപദ്യേ. ശിവഭക്തർ ഒരുപാടുണ്ട്. അവരെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഒന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതിനു മുൻപ് യഥാർത്ഥ ശിവഭക്തി എന്താണ് എന്ന് കാണിച്ചു തന്ന 63 പേരുണ്ട്. 63 നായന്മാർ. നമ്മളിന്ന് പറയുന്ന ആ ജാതിയല്ല കേട്ടോ, കേരളത്തിലൊക്കെ നിലനിൽക്കുന്ന ജാതിയൊന്നുമല്ല. 63 നായന്മാരെന്ന് പറഞ്ഞാൽ 63 തരം, 63 ശിവഭക്തർ. ആൾവാർമാരെ പോലെ തന്നെ. ആൾവാർമാരാരാണ്? വൈഷ്ണവ ഭക്തർ, വിഷ്ണു ഭക്തർ. തമിഴ്നാട്ടിൽ നിലനിന്നിരുന്ന സമ്പ്രദായമാണ്. നായന്മാരുടെ 63 നായന്മാരും ആൾവാന്മാരും. അപ്പോൾ ആൾവാന്മാരല്ല നായന്മാർ. നായന്മാർ എന്ന് പറഞ്ഞാൽ ശിവഭക്തർ. അപ്പോൾ ശിവഭക്തരിൽ പ്രമുഖരാരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും സുന്ദരമൂർത്തി നായനാരും കണ്ണപ്പ നായനാരും. എങ്കിലും കുറച്ചുകൂടി ഭഗവാനോട് ഭക്തി ഉണ്ടായിരുന്ന ആളാരാണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, 1-ാം സ്ഥാനം തന്നെ കണ്ണപ്പ നായനാർക്ക് കൊടുക്കണം. കാരണം എന്താ? മാണിക്യവാചകർ. നമ്മൾക്കറിയാം, തിരുവാസകം എഴുതിയ മാണിക്യവാചകരെ പോലെ ശിവഭഗവാന് വേണ്ടി ഇത്രയും അധികം കൃതികൾ ചിട്ടപ്പെടുത്തിയ ഒരു മഹാസിദ്ധയോഗി വേറെ ഇല്ല. നമ്മൾക്കറിയാം, ശിവഭഗവാൻ തന്നെ നേരിട്ട് വന്നു, എഴുതിയെടുത്തു. അതുപോലത്തെ തലത്തിൽ നിൽക്കുന്ന ആ മാണിക്യവാചകർ പറയാണ്, എൻ്റെയും കണ്ണപ്പൻ്റെയും ഭക്തി എടുത്തു നോക്കിയാൽ എനിക്കൊട്ടും ഭക്തിയില്ല, പക്ഷേ കണ്ണപ്പൻ്റെ ഭക്തിയാണ് ഏറ്റവും വലിയ ഭക്തി. ഞങ്ങൾ രണ്ടും 2 ധ്രുവത്തിലാണ്. എനിക്ക് ഭക്തിയില്ല, എന്നാൽ ഭക്തിയുടെ പര്യായമാണ് കണ്ണപ്പൻ. അപ്പോൾ അത്രയും വലിയ മഹാനായ മാണിക്യവാചകർ പോലും ഭക്തിയുടെ അമൂല്യ രത്നമായി പറയുന്ന കണ്ണപ്പ നായനാർ ആരാണ്? സുന്ദരമൂർത്തി നായനാർ പറയുന്നു. അതുപോലെ തന്നെ പട്ടിണത്താർ പറയുന്നു. ഇതുപോലെ എത്രയെത്ര ശിവയോഗികൾ ഇത്രയും പുകഴ്ത്തിപ്പാടിയ ഈ കണ്ണപ്പൻ ആരാണ്? അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും ശിവഭഗവാനെക്കുറിച്ച് ഇന്നത്തെ കാലത്ത് ശിവഭഗവാനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭഗവാന് വേണ്ടി വാദിക്കുക എന്നുള്ളതാണല്ലോ നമ്മളുടെ ഒരു പ്രക്രിയ. അത് വാട്സപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിലും വാദിക്കുക, ഭഗവാന് വേണ്ടി വാദിക്കുക, ഭഗവാനാണ് ഏറ്റവും ശ്രേഷ്ഠനെന്ന സ്ഥിതി ഉണ്ടാക്കിയെടുക്കുക. എങ്കിൽ കണ്ണപ്പനെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. കണ്ണപ്പന് ശിവഭഗവാൻ ആരാണെന്ന് പോലും അറിയില്ലായിരുന്നു. ശിവലിംഗം ദർശിക്കുന്നതിന് മുൻപ് എന്താണ് ശിവമെന്നും അറിയില്ല, എന്താണ് തന്ത്രത്തിൽ ഭഗവാന്റെ പ്രാധാന്യം എന്താണ്, ഭഗവാൻ യോഗാരീതിയിൽ എന്താണ്, ശിവനും ശക്തിയും എന്താണ്, ഇടയും പിങ്കളയും എന്താണ്, അല്ലെങ്കിൽ ഈ സൂര്യനും ചന്ദ്രനുമായി നിൽക്കുന്ന സൂര്യ നാഡിയായിട്ടുള്ള പിങ്കള നാഡിയുടെ അധിപതിയായിട്ടുള്ള നമ്മൾക്ക് മോക്ഷത്തിലേക്ക് ഏകുന്ന സഹസ്രാരത്തിലിരിക്കുന്ന ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ കടുകട്ടിയായിട്ടുള്ള വാക്കുകളോ അല്ലെങ്കിൽ യോഗാരീതികളോ ഒന്നും അറിയാത്തൊരു സാധാരണ വേടൻ. നമുക്ക് ആ ജന്മം ഒന്ന് നോക്കാം. ഇത്രയും വലിയ മഹാഭക്തൻ്റെ ജന്മം ആദ്യം അറിയണം. തമിഴ്നാട്ടിലെ പത്തുപ്പിനാട് എന്ന സ്ഥലത്താണ് കണ്ണപ്പ നായനാർ ജനിക്കുന്നത്. അതും ജനിക്കുന്നത് ആർക്കാണെന്നറിയാമോ? വേടന്മാരുടെ മൂപ്പനായിട്ടുള്ള തലവനായിട്ടുള്ള നാഗൻ എന്ന വ്യക്തിയുടെ മകനായിട്ടാണ് തിന്നൻ എന്ന പേരിൽ ഈ തിരു അവതാരം ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് തിന്നൻ എന്നാണ്. കണ്ണപ്പൻ എന്നുള്ള പേര് പിന്നീട് കിട്ടിയതാണ്. അത് കിട്ടാനുള്ള കാരണമാണ് നമ്മൾ ഈ കഥയിലൂടെ വിചാരിക്കുന്നത്. അപ്പോൾ തിന്നൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ പേര് നൽകപ്പെട്ട ആ കണ്ണപ്പ നായനാർ വളരെ ചെറുപ്പത്തിൽ തന്നെ പൂർവ്വജന്മത്തിൽ താൻ ആരാണ് എന്നുള്ളതിൻ്റെ സൂചന കാണിച്ചിട്ടുണ്ട്. വളരെ ചെറുപ്പത്തിൽ നമുക്കറിയാം, വേട സമുദായം അല്ലെങ്കിൽ വേടന്മാരുടെ ഇടയിൽ നിലനിൽക്കുന്നത് വേട്ടയാടലാണ്. അപ്പോൾ വേട്ടയാടുന്നതിനായി എങ്ങനെ അമ്പും വില്ലുമൊക്കെ പരിശീലിപ്പിക്കാം എന്ന് ചിന്തിച്ച വേടന്മാരുടെ മൂപ്പനായ നാഗൻ വേടന്മാരുടെ വിദ്യകൾ അഭ്യസിക്കാനായി ഗുരുകുലത്തിൽ അയക്കുകയാണ് തിന്നൻ എന്ന കണ്ണപ്പൻ എന്ന നമ്മളുടെ ഈ മഹാപുരുഷനെ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഈ അമ്പും വില്ലും വിദ്യകളൊക്കെ മറ്റു കുട്ടികൾ പഠിച്ചു വരുന്നതിനും എത്രയോ കാലം മുൻപ് തന്നെ നിസാര സമയം കൊണ്ട് അമ്പും വില്ലിൻ്റെയും വിദ്യകൾ പഠിച്ചെടുത്തു എന്ന് മാത്രമല്ല, ഉന്നം തെറ്റാതെ പ്രഹരിക്കാനുള്ള ശേഷിയും അവിടെ വെളിപ്പെടുത്തി. ഇത് കണ്ട ഗുരു പോലും അത്ഭുതപ്പെട്ടു പോയി. നിന്നെ പഠിപ്പിക്കാനുള്ള കരുത്തൊന്നും, നിന്നെ ഇനി ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, നിന്നെ പഠിപ്പിക്കാനുള്ള ജ്ഞാനമൊന്നും എൻ്റെ പുത്ര എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ഗുരു പോലും വഴിമാറി നിൽക്കുകയാണ്. അതായത് തിന്നൻ ഇനി വില്ലും അമ്പും കൊണ്ട് പഠിക്കാൻ അല്ലെങ്കിൽ വേട്ടയാടലിനെ കുറിച്ച് പഠിക്കാൻ, ഉന്നം തെറ്റാതെ ലക്ഷ്യത്തിലേക്ക് പായിക്കാനുള്ള വിദ്യകളൊന്നും ഇനി പഠിക്കേണ്ട ആവശ്യമില്ല. അത്രത്തോളം പ്രാവീണ്യം തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ്? ഇതിൻ്റെ കാരണം നിങ്ങൾ അറിയുമ്പോഴാണ് കണ്ണപ്പൻ ആരാണെന്ന് മനസ്സിലാകുന്നത്. വേറെ ആരുമല്ല കണ്ണപ്പൻ, നമ്മളുടെ അർജുനനാണ്. മഹാഭാരതത്തിലെ പഞ്ചപാണ്ഡവന്മാരിലെ പ്രമുഖനായിട്ടുള്ള യോദ്ധാവ് അർജുനൻ. ആ അർജുനൻ്റെ ഈ
യുഗത്തിലെ അവതാരമാണ് കണ്ണപ്പൻ എന്നുള്ളത്. എന്ത് അത്ഭുതമാണ്! അന്ന് പാശുപത അസ്ത്രത്തിനു വേണ്ടി ഭഗവാനോട് കാണിച്ച ആ ഭക്തിയുടെ പേരിൽ ഇന്നും ഭഗവാന്റെ ഭക്തനായി തന്നെ ജനിച്ചിരിക്കുകയാണ് അർജുനൻ, കണ്ണപ്പൻ എന്നുള്ള പേരിൽ. അപ്പോൾ ഇങ്ങനെ ഈ വിദ്യകളൊക്കെ പഠിച്ചു. ഇതിന് ശേഷം ഇനി എന്താണ് സമയം? ഇനി വേട്ടയാടേണ്ട സമയമാണ്. കന്നി വേട്ടയ്ക്ക് പോകേണ്ട സമയമാണ്. തൻ്റെ സുഹൃത്തുക്കളെയും 2 മന്ത്രിമാരെയും കൂട്ടുവിളിച്ചുകൊണ്ട് കാട്ടിൽ യുദ്ധത്തിനായി. ആരുമായിട്ടുള്ള യുദ്ധം? മൃഗങ്ങളുമായിട്ടുള്ള യുദ്ധം. മൃഗങ്ങളെ വേട്ടയാടിക്കൊണ്ട് തൻ്റെ പരമ്പരയുടെ മാനം നിലനിർത്താൻ, തൻ്റെ കരുത്ത് കാണിക്കാനായി നമ്മളുടെ കണ്ണപ്പൻ കാട്ടിലേക്ക് പോവുകയാണ്. കാട്ടിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ കണ്ണിൽപ്പെടുന്നത് ഒരു കാട്ടുപന്നിയാണ്. കാട്ടുപന്നി അത്ര നിസ്സാരക്കാരനൊന്നുമല്ല. അല്പസ്വല്പ അഹങ്കാരത്തോടു കൂടി എല്ലാത്തിനെയും വിറപ്പിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നൊരു വിരുദ്ധൻ. ഇവനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഇവനാണ് എൻ്റെ ആദ്യത്തെ ഇര. കാരണം ഇവൻ ശക്തനായ ഒരു എതിരാളിയാണ്. ഇവനെ വീഴ്ത്തിയിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ നമ്മളുടെ കണ്ണപ്പ നായനാർ കണ്ണും നട്ട് ഇവനെ വീഴ്ത്താനായി ഇരിക്കുകയാണ്. പക്ഷേ ഇവൻ ആള് മിടുക്കനാണ്. ഇവൻ കണ്ണപ്പ നായനാരുടെ ആദ്യത്തെ ഭാവം കണ്ടപ്പോഴേ, ആദ്യത്തെ ആ വേട്ടയാടൽ കണ്ടപ്പോഴേ അവിടുന്ന് പാഞ്ഞു. കണ്ണപ്പ നായനാർ വിട്ടുകൊടുക്കുമോ? അർജുനനല്ലേ, പുറകെ വെച്ച് പിടിച്ചു. പുറകെ വെച്ച് പിടിച്ചെന്ന് പറഞ്ഞാൽ ഇവനെ നേരിട്ട് ഇവൻ്റെ മുഖത്ത് നോക്കി ഇവൻ്റെ നേരെ നിന്ന് ഞാൻ വീഴ്ത്തും എന്നായി കണ്ണപ്പ നായനാരുടെ ഭാവം. അതുകൊണ്ട് കാടുകൾ മൊത്തം പലായനം ചെയ്ത് ഓടി വിറങ്ങലിച്ച് 2 പേരും വിട്ടുകൊടുക്കാതെ പോവുകയാണ്. അപ്പോൾ തൻ്റെ കൂട്ടാളികളെല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന 2 മന്ത്രിമാർ മാത്രം എപ്പോഴും കൂടെയുണ്ട്. കാരണം അവരുടെ മനസാന്നിധ്യം വെച്ചും അവരുടെ കരുത്ത് വെച്ചും എല്ലാം കണ്ണപ്പനുമായിട്ട് കിടപിടിക്കുന്ന 2 മന്ത്രിമാർ തന്നെയാണ്. ബാക്കിയുള്ള നായാടാൻ വന്ന എല്ലാവരും വഴിക്ക് തന്നെ ഉപേക്ഷിക്കപ്പെട്ടു. ഇവർ സഞ്ചരിച്ച് തങ്ങളുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ തങ്ങളുടെ കാനനത്തിൻ്റെ ബോർഡർ അല്ലെങ്കിൽ കാനനത്തിൻ്റെ ആ വശവും അല്ലെങ്കിൽ ആ രേഖയും ലംഘിച്ചുകൊണ്ട് വേറെ ഏതോ കാട്ടിലേക്ക് ചെന്നു ഈ കാട്ടുപന്നിയെ വേട്ടയാടാനായി. അങ്ങനെ ഓടി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കൃത്യം ആ പന്നിയുടെ നേരെ മുന്നിലെത്തി നേർക്ക് നേരെ അമ്പും വില്ലും ഉപയോഗിച്ചുകൊണ്ട് അവനെ പരാജയപ്പെടുത്തി ആ കാട്ടുപന്നിയെ അവിടെ നിലം പരിശാക്കിക്കൊണ്ട് തൻ്റെ ആദ്യ കന്നിവേട്ട ഇദ്ദേഹം തിന്നൻ ആഘോഷിക്കുകയാണ്. ആ ആഘോഷിക്കുന്ന വേളയിലാണ് ഇവർക്കൊരു കാര്യം മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ ലക്ഷ്യത്തെ മാത്രം വന്നുകൊണ്ട് നമ്മൾ ഏത് സ്ഥലത്താണ് നിൽക്കുന്നതെന്ന് പോലും അറിയാത്തൊരവസ്ഥയായല്ലോ എന്നുള്ള ചിന്തയിൽ നിൽക്കുകയാണ്. ആളാരാണ്? അർജുനനാണ്. ലക്ഷ്യം മാത്രം കാണാൻ പഠിച്ച ആളാണ്. അത് നമ്മൾക്കിനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അർജുനൻ തൻ്റെ ലക്ഷ്യത്തെ നോക്കി വന്നു. ഏതൊക്കെ കാടും മലയും താണ്ടിയെന്ന് ഒരു ബോധ്യവുമില്ല. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തൻ്റെ സുഹൃത്തുക്കളോട് ചോദിക്കുകയാണ്, നീ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ 2 മന്ത്രിമാർക്കും കൂടെയുള്ള 2 മന്ത്രിമാർക്കും കാടിനെക്കുറിച്ച് വേണ്ടത്ര പരിചയമുള്ള ആളാണ്. പക്ഷേ തിന്നൻ അത്രയ്ക്കും പരിചയമില്ല. കാരണം ആദ്യമായിട്ടാണ് വേട്ടയ്ക്ക് ഇറങ്ങുന്നത്. അപ്പോൾ പറഞ്ഞ് ഇത് നമ്മൾക്കറിയാവുന്ന കാട് തന്നെയാണ്. ഇതിൻ്റെ തൊട്ടരികത്തൊരു അരുവിയുണ്ട്. നമ്മൾക്ക് ആ അരുവിയിൽ പോയി ഈ ദാഹമൊക്കെ ഒന്ന് മാറ്റി കുറച്ച് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം അവിടെ വെച്ച് ഈ പന്നിയെ നമ്മൾക്ക് പാകം ചെയ്ത് കഴിക്കാം എന്നുള്ള ഒരു നിശ്ചയത്തിലെത്തി. എന്നാൽ അങ്ങനെ ആകട്ടെ എന്ന് വിചാരിച്ച് ഈ 2 കൂട്ടാളികളും കണ്ണപ്പനും കൂടി ഈ പന്നിയേയും കൊണ്ട് നേരെ ഈ അരുവിയുടെ തീരത്തെത്തി അവിടെ നന്നായി വെള്ളമൊക്കെ കുടിച്ച് ഇവനെ പാകം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് കൂടെ ഉണ്ടായിരുന്ന ഒരു മന്ത്രിമാരിൽ ഒരാൾ പറയുന്നത്, ഈ മലയ്ക്ക് മുകളിൽ ഒരു ദേവനുണ്ട്, ഒരു ദൈവമുണ്ട്. കാരണം വേടന്മാർക്ക് അത് എന്ത് ദൈവമാണെന്നറിയില്ല. കുടുമി സ്വാമി എന്ന് പറയുന്നു. കുടുമി സ്വാമി എന്ന് പറയുന്ന ഒരു സ്വാമിയുണ്ട്. ആ സ്വാമി പൂജ ചെയ്യുന്ന ഒരു ദേവനുണ്ട് ഈ മലയുടെ മുകളിൽ എന്ന് പറഞ്ഞപ്പോൾ എന്തെന്നറിയത്തില്ലാത്തൊരു ഉത്സാഹം കണ്ണപ്പന് വരികയാണ്, തിന്നന് വരികയാണ്. തിന്നൻ പറയുന്നു, എന്തൊക്കെയാണെങ്കിലും കുഴപ്പമില്ല, ഇവിടെ നമുക്ക് ഈ ദാഹം മാറ്റുന്നതും ഈ പന്നിയെ പാകം ചെയ്ത് കഴിക്കുന്നതൊക്കെ പിന്നീടാകാം. എനിക്കിപ്പോൾ ആ മലയ്ക്ക് മുകളിലുള്ള നിങ്ങൾ പറഞ്ഞ ആ സ്വാമിയെ കാണണമെന്ന് പറഞ്ഞു. അല്ല, ഇപ്പം തന്നെ കാണണോ? അല്ലെങ്കിൽ നമുക്ക് ഈ ആഹാരമൊക്കെ കഴിച്ചിട്ടൊന്ന് എന്താ പറയുക, നമ്മളിന്ന് പറയുന്ന പോലെ ഒന്ന് ഫ്രഷായിട്ട് അല്ലെങ്കിൽ നമ്മൾ ആ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റിയിട്ട് പോയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ, അല്ല പറ്റില്ല, എനിക്ക് ഇപ്പം തന്നെ കാണണം. കാരണം എന്താ, എന്തൊക്കെയാണെങ്കിലും എത്തേണ്ടോടത്ത് എത്തേണ്ട ആളെത്തിയാൽ ഒരു നിയമവും ബാധകമല്ല. ഒരു പുസ്തകവും വായിക്കണ്ട. നമുക്ക് ചിലപ്പോൾ ഇത്രയും കാലം സുബ്രഹ്മണ്യൻ ആരാണെന്ന് അറിയത്തില്ലാത്ത ഒരാളുടെ അടുത്തേക്ക് ഒരു സുബ്രഹ്മണ്യൻ്റെ ഫോട്ടോ കാണിച്ചാൽ മതി, അവിടെ വീണു പോകും. കാരണം അതാണ് പൂർവ്വജന്മ വാസന. അതുപോലെ ഇത്രയും കാലമായി ശിവഭഗവാനെ പൂർവ്വജന്മമായി ഉപാസിച്ചുകൊണ്ടിരുന്ന ആ ആളുടെ ഭക്തൻ്റെ ഉള്ളിൽ വന്ന ആ വെമ്പൽ, ആ ഒരു തിടുക്കം, ആ ഒരു ആകാംക്ഷ, അതുകൊണ്ട് പറഞ്ഞു എനിക്ക് ഈ മല കയറണം. കാരണം ഈ മല കയറി ശിവഭഗവാനെ കാണുന്നതോടൊപ്പം വരെ അത് ശിവനാണെന്നൊന്നും അറിയില്ല. എങ്കിലും മനസ്സിൽ നിന്ന് എന്തോ പറയുകയാണ്, മല കയറണം. അങ്ങനെ മല കയറാൻ തുടങ്ങുന്നു. കൂട്ടുകാരുമൊത്ത്
അല്ലെങ്കിൽ ഈ രണ്ട് മന്ത്രികുമാരന്മാരും ഇദ്ദേഹവും മല കയറാൻ തുടങ്ങുന്നു. മല കയറുന്നതിനിടയിൽ തന്നെ പല ആത്മീയ അനുഭവങ്ങളും പല ആധാരങ്ങൾ തുറക്കുന്നതിൻ്റേതായ ലക്ഷണങ്ങളും എല്ലാം കണ്ടുവരികയാണ്. നമ്മൾ ഒരിടത്ത് ധ്യാനിച്ചു കൊണ്ട് മാത്രമല്ല ഈ ആത്മീയ സാക്ഷാത്കാരം നേടുന്നത്, നമുക്ക് നിന്ന നിൽപ്പിൽ ചിലപ്പോൾ ഉണ്ടാകും. ഇപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് പറ്റിയതുപോലെ ആകാശത്തൂടെ പക്ഷികൾ പറന്നു പോകുമ്പോൾ ചിലപ്പോൾ അത് കണ്ടാൽ ചിലപ്പോൾ ആത്മീയ സാക്ഷാത്കാരം ഉണ്ടാവും. ചിലപ്പോൾ അരുണഗിരിനാഥർക്ക് പറ്റിയതുപോലെ ഒന്നും മിണ്ടാതെ സ്വല്ലറേ സുമ്മാ എന്ന് പറഞ്ഞു ഒരിടത്ത് ഇരുന്നു ആത്മീയ സാക്ഷാത്കാരം ഉണ്ടാവും. കാളിദാസന് പറ്റിയ പോലെ ദേവിയെ നേരിൽ കാണുമ്പോൾ ചിലപ്പോൾ ആത്മീയ സാക്ഷാത്കാരം ഉണ്ടാവും. എങ്ങനെയൊക്കെയാണെങ്കിലും ഈ മല കയറുന്നതിനിടയ്ക്ക് തന്നെ തൻ്റെ ആധാരങ്ങളെല്ലാം ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആധാരങ്ങളെല്ലാം ഉണർന്ന് സഹസ്രാരത്തിലെത്തിയാലേ നമുക്ക് ഭഗവാനുമായി ലയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള സത്യം അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതൊന്നും അറിയാതെ തന്നെ, ഇതിനെക്കുറിച്ചൊന്നും വായിച്ചറിയാതെ തന്നെ, ഇതിനെക്കുറിച്ചുള്ള ഒരു പുസ്തകങ്ങളോ അല്ലെങ്കിൽ ഗുരുക്കന്മാരെക്കുറിച്ച് അറിയാതെ തന്നെ കണ്ണപ്പൻ്റെ ഉള്ളിൽ, തിന്നൻ്റെ ഉള്ളിൽ ഈ ആത്മീയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. മല കയറുന്നതിനനുസരിച്ച് ആത്മീയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഇദ്ദേഹത്തിന് അറിയാൻ സാധിക്കുന്നു. അപ്പോൾ കൂടുതൽ ആകാംക്ഷയാകുന്നു. എന്തോ പ്രിയപ്പെട്ട എന്തിനെയോ കാണാൻ പോകുന്ന ഒരു വ്യഗ്രതയോടെ കൂടി പോകുമ്പോൾ പോയി കഷ്ടപ്പെട്ട് മല കയറി മലയ്ക്ക് മുകളിലെത്തുമ്പോൾ അവിടെ ഒരു ശിവലിംഗം കാണും. ശിവലിംഗം ഇതിനു മുൻപ് കണ്ടിട്ടില്ല, എന്താണെന്നറിയില്ല, ഇത് ഏത് ഭഗവാന്റെ ആണെന്നറിയില്ല. കണ്ട മാത്രയിൽ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണീരൊഴുക്കിക്കൊണ്ട് ശിവലിംഗത്തെ മുറുകെ കെട്ടിപ്പിടിച്ച് ഇത് എൻ്റെ അച്ഛനാണ്, അമ്മയാണ്, സകലമാണെന്നുള്ള ഭാവത്തോടുകൂടി കരയുകയാണ്. കണ്ടു നിൽക്കുന്നവർക്ക് അത്ഭുതം, ഇതെന്താണ് ഈ സംഭവിക്കുന്നത്? ഇങ്ങനെ കരഞ്ഞ് അല്ലെങ്കിൽ ഇതെന്താണ് എന്ന് പറഞ്ഞ് പുണർന്ന് ഭഗവാനേ എന്നുള്ള മനസ്സുകൊണ്ട്, ഭഗവാൻ എന്നുള്ള വാക്ക് പോലും അറിയില്ല, എന്താണെങ്കിലും ദൈവമാണോ എന്നൊന്നും അറിയില്ല, അതങ്ങ് കെട്ടിപ്പിടിച്ച് കരയാണ്. അതിനുശേഷം അദ്ദേഹം തൻ്റെ ചുറ്റുപാടം നോക്കുമ്പോൾ അവിടെയൊക്കെ ഇലകളും പൂക്കളും നേദ്യങ്ങളും ഒക്കെ ഇരിക്കുക. അപ്പോൾ കൂട്ടുകാരനോട് ചോദിച്ചു, ഇതെന്താണ് ഈ നേദ്യങ്ങളും പഴങ്ങളും ഈ പുഷ്പങ്ങളും ഒക്കെ ഇവിടെ ഇരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഒരു കുടുംബി സ്വാമിയുണ്ട്, ഒരു കുടുമി കെട്ടി വെച്ചിരിക്കുന്നൊരു സ്വാമിയുണ്ട്. ആ സ്വാമി എന്നും വരും, എന്തൊക്കെയോ പറയും, എന്തൊക്കെയോ ഈ ശിവലിംഗം എന്നറിയില്ല, ഇതിന് മുകളിൽ ഈ സ്വാമിക്ക് മുന്നിൽ തളിക്കും, അല്ലെങ്കിൽ ധാര നടത്തും, എന്തോ പുഷ്പമൊക്കെ വെക്കും, എന്തോ മന്ത്രമെന്നൊന്നും അവർക്കറിയില്ല കേട്ടോ, അവരെന്തോ പറഞ്ഞിട്ട് പോകും എന്ന് ഈ കൂട്ടുകാരൻ ഇദ്ദേഹത്തോട് പറയണം. അതായത് എന്നും ഒരു ബ്രാഹ്മണൻ വളരെ മുറപ്രകാരം ശിവഭഗവാന് വന്ന് നേദ്യങ്ങളും വെച്ച് ധാരയും നടത്തി മന്ത്രങ്ങളും ചൊല്ലിയിട്ടാണ് പോകുന്നത്. പക്ഷേ അത് നമ്മളുടെ ഈ വേട വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഈ കാട്ടിൽ ജീവിക്കുന്ന ഇവർക്കറിയില്ല. അപ്പോൾ എന്താ മന്ത്രം, എന്താ അല്ലെങ്കിൽ പുഷ്പം എന്താ ഒന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഒരു ഭാഷാ രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്നു എന്ന് തിന്നൻ്റെ സുഹൃത്ത് പറയുന്നു. അങ്ങനെയാണോ? അപ്പോൾ ഭഗവാൻ അല്ലെങ്കിൽ ഈ സ്വരൂപത്തിന് കൊണ്ടുവന്ന് ജലം സമർപ്പിക്കണം, എന്തെങ്കിലും നേദിക്കണം, അങ്ങനെയാണോ കാര്യങ്ങൾ? അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിലും കാര്യങ്ങളുണ്ട്, ഇതുപോലെ ചെയ്യാൻ എനിക്കും പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം നേരെ ഓടി മലയ്ക്ക് കിഴപ്പോട്ട് സഞ്ചരിച്ചുകൊണ്ട് താൻ അവിടെ പാകം ചെയ്യാൻ വെച്ചിരുന്ന പന്നി ഇറച്ചി നല്ല വൃത്തിയായിട്ട് പാകം ചെയ്ത് ഓരോ മാംസവും എടുത്ത് ഭക്ഷിച്ചുകൊണ്ട്, നമ്മൾ പണ്ട് ശബരിയുടെ കഥ കേൾക്കുമ്പോൾ ശ്രീരാമ ഭഗവാന് ഏറ്റവും നല്ല പഴങ്ങൾ തന്നെ രുചിച്ചു നോക്കി കൊടുത്തു എന്ന് പറഞ്ഞതുപോലെ ഏറ്റവും നല്ല മാംസകഷ്ണങ്ങൾ ഏതാണ് എന്ന് കഴിച്ചു നോക്കിയതിന് ശേഷം അതൊരു ഇലയിലേക്ക് മാറ്റി വെക്കുന്നു. കാരണം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് തോന്നിയൊരു കാര്യമല്ലേ, കണ്ട മാത്രത്തിൽ തന്നെ എനിക്ക് എൻ്റെതായി തോന്നിയ ഒരു ഭഗവത് സ്വരൂപം. അപ്പോൾ അതിനുവേണ്ടി എനിക്ക് എന്തും ചെയ്യണമെന്നുള്ളൊരു ഭാവത്തോടു കൂടി ഏറ്റവും നല്ല ഭക്ഷണം കയ്യിലേക്ക് കരുതുന്നു. താൻ വേട്ടയാടി ഏറ്റവും നല്ല മാംസകഷ്ണങ്ങൾ ഭഗവാന് വേണ്ടി മാറ്റിവെച്ച് ഒരു ഇലയിലേക്ക് മാറ്റുന്നു. അതിനുശേഷം ഇനി ഭഗവാന്, ഈ സുഹൃത്ത് പറഞ്ഞ പോലെ ഭഗവാന് മറ്റേ കുടുംബി സ്വാമി എന്നും ധാര നടത്താറുണ്ടല്ലോ, അപ്പോൾ ധാര നടത്താൻ എനിക്ക് കൊണ്ടുപോകാൻ പാത്രമൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ വായിലേക്ക് തന്നെ, നിങ്ങൾ മനസ്സിലാക്കണം, ജലം വായിൽ ശേഖരിച്ചു, സ്വന്തം വായിൽ ശേഖരിച്ച് കയ്യിൽ ഇതുപോലെ തന്നെ ഭഗവാന് വേണ്ടിയുള്ള മാംസങ്ങളും തലയിൽ ഭഗവാന് വേണ്ടിയുള്ള പുഷ്പങ്ങളും കുത്തിവെച്ചുകൊണ്ട് ഇതെല്ലാം കയ്യിൽ, വായിലും സാധനം, കയ്യിലും സാധനം, തലയിലും സാധനമായിട്ട് ഭഗവാന് മുന്നിലേക്ക് പോവുക, ശിവഭഗവാന് മുന്നിലേക്ക് പോവുക. സാക്ഷാൽ പരമശിവൻ ശിവലിംഗത്തിൽ ഇരിക്കുന്ന സദാശിവൻ്റെ മുന്നിലേക്ക് പോവുകയാണ്. പോയതിനു ശേഷം അവിടെ ചെന്നു ഭഗവാന് മുന്നിൽ ആദ്യം തന്നെ ആ പന്നി മാംസം അങ്ങ് സമർപ്പിച്ചു. വളരെ സന്തോഷത്തോടു കൂടി തൻ്റെ വായിൽ കൊണ്ടിരുന്ന ആ ജലം ശിവലിംഗത്തിന് മുകളിലേക്ക് തുപ്പി. അങ്ങനെ പറയുന്നതാണ് സത്യം. ഭഗവാന് മുകളിലേക്ക് തുപ്പി. ഭഗവാനെ തൻ്റെ വായിൽ കൊണ്ടിരുന്ന ആ ജലം കൊണ്ട് അഭിഷേകം നടത്തി. തൻ്റെ തലയിൽ തിരികിയിരുന്ന പൂ കൊണ്ട്
അർച്ചിച്ചു. ഇപ്പോൾ നമ്മൾ തോന്നില്ല ഭഗവാൻ അങ്ങ് ത്രിശൂലമെടുത്ത് കണ്ണപ്പനെ? ഒരിക്കലുമില്ല. ഭഗവാൻ സന്തുഷ്ടനായി. കാരണം എന്താ? മനസ്സ് നിറഞ്ഞു തരുന്നതല്ലേ. മനസ്സ് നിറഞ്ഞു തരുന്ന എല്ലാം ഭഗവാൻ സ്വീകരിക്കും. ഈ അഘോരിമാരെന്തുകൊണ്ടാണ് മാംസം കഴിക്കുന്നത്? കാരണം ശിവമല്ലാതെ ഒന്നും ഈ ലോകത്തില്ല. കാരണം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മം തന്നെയാണ്, ശിവം തന്നെയാണെന്നുള്ള ബോധത്തിലേക്ക് കണ്ണപ്പനെത്തി എന്തും ഭഗവാൻ സ്വീകരിക്കും. കാരണം നിഷ്കാമമായ ഭക്തിയാണേ, വേറൊന്നുമില്ല. സ്നേഹം മാത്രമേ ഉള്ളൂ. എനിക്ക് അത് വേണം, എനിക്കിത് വേണം. നമ്മളൊക്കെ എന്തിനാണ് ക്ഷേത്രത്തിൽ പോയി ഭഗവാൻ ധാര കഴിക്കുന്നത്? ധാര കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ധാര ചെയ്തു കഴിഞ്ഞാൽ ഞാൻ കോടീശ്വരനാകും. അല്ലെങ്കിൽ ഭസ്മം ഞാൻ ഭഗവാൻ അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കോടീശ്വരനാകും. എൻ്റെ കാര്യം നടത്തി തരാൻ വേണ്ടിയാണ് ഞാൻ ഭഗവാന്റെ അടുത്ത് സമർപ്പിക്കുന്നത്. പക്ഷേ ഇതെന്തുകൊണ്ടാണ്? എനിക്ക് കിട്ടിയ ഭക്ഷണത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം ഞാൻ കഴിക്കില്ല, പക്ഷേ ഞാൻ ഭഗവാന് കൊടുക്കും. കാരണം എന്താ? എനിക്ക് വേണ്ട. കാരണം എന്താ? എനിക്ക് എന്നേക്കാളും പ്രിയപ്പെട്ട ഒന്നിനെ കിട്ടി, ഭഗവാനെ കിട്ടി. അതുകൊണ്ട് ഞാൻ അത്രയും കഷ്ടപ്പെട്ട് വേട്ടയാടി തൻ്റെ സ്ഥലം പോലും കഴിഞ്ഞ്, തൻ്റെ കാടിൻ്റെ പരിധി പോലും കഴിഞ്ഞ് വേട്ടയാടി വന്ന ആൾ എനിക്ക് വേണ്ട, ആ വേട്ടയാടി കിട്ടിയ ഏറ്റവും രുചികരമായിട്ടുള്ള മാംസം എനിക്ക് വേണ്ട, ഭഗവാന് ഞാൻ കൊടുക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ അത്രയും മലയ്ക്ക് മുകളിലേക്ക് ചെന്നത്, ഭഗവാനെ ഞാനിത് സമർപ്പിച്ചിട്ടുണ്ട്, എനിക്കിത് തരാൻ പറഞ്ഞല്ല, സമർപ്പണ ഭാവത്തോടു കൂടി ഭഗവാന് വേണ്ടി ഇതെല്ലാം കൊടുത്തപ്പോൾ ഭഗവാൻ കൈയും നീട്ടി സ്വീകരിച്ചു. എന്നിട്ട് അവിടെ നേരത്തെ ആ പൂജാരി പൂജിച്ചിരുന്ന പുഷ്പങ്ങളെല്ലാം കാലുകൊണ്ടും കൈകൊണ്ടും ഒക്കെ തട്ടിക്കളഞ്ഞിട്ട് ഭഗവാന് വേണ്ടി ഇദ്ദേഹം കൊണ്ടുവന്ന് അവിടെ നേദിച്ചു. അപ്പോൾ എന്നും വൈകുന്നേരവും രാവിലെയും ഈ പൂജാരി ഇവിടെ വന്ന് ശിവലിംഗത്തിന് പൂജ ചെയ്യും. അപ്പോൾ ഈ പൂജാരി വൈകുന്നേരം പൂജ ചെയ്യാൻ വന്നപ്പോൾ അത്ഭുതപ്പെട്ടു പോയി, സങ്കടപ്പെട്ടു പോയി. മത്സ്യവും മാംസവും അതുപോലെ തന്നെ എന്താ പറയുക, മാലിന്യമായിട്ടുള്ള ജലവും എല്ലാം കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്ത്, വാസനയില്ലാത്ത പൂക്കളും അല്ലെങ്കിൽ ഈ പന്നി മാംസവും എല്ലാം കൊണ്ട് അഭിഷേകം ചെയ്ത് വെച്ചിരിക്കുന്നു. സങ്കടം വന്നു. അത് വൃത്തിയാക്കി പിന്നെയും നല്ല രീതിയിൽ പൂജയൊക്കെ ചെയ്തു. പക്ഷെ പിറ്റേ ദിവസം കണ്ണപ്പൻ വീണ്ടും വന്നു. നല്ല വേട്ടയാടിയ അതിനേക്കാൾ നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണവും കൊണ്ട് വീണ്ടും കണ്ണപ്പൻ വന്നു. ഭഗവാന് സമർപ്പിച്ചു. വായിൽ വെള്ളം കൊണ്ട് ഭഗവാന്റെ മുൻപിൽ ധാര എന്നോണം തുപ്പി, അങ്ങനെ തന്നെ പറയണം. അതുപോലെ പുഷ്പം സമർപ്പിച്ചു. പിന്നെയും ഈ പൂജാരി ഇത് കാണുന്നു. ഇങ്ങനെ മാസങ്ങളും ആഴ്ചകളും ഒക്കെ കഴിഞ്ഞപ്പോൾ, ആഴ്ചകളും മാസങ്ങളും ഒക്കെ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ആരാണിത് ചെയ്യുന്നതെന്നുള്ള സങ്കടം. അതുകൊണ്ട് തന്നെ ഈ പൂജാരി വളരെ സങ്കടപ്പെട്ടു പോയി കിടക്കുകയാണ്. ഭഗവാനെ ആരാണ് ഈ ചതി ചെയ്യുന്നത്? ഏത് വിരുദ്ധനാണ്? ഭഗവാനോട് ഇത്രയും വിരുദ്ധമുള്ള അല്ലെങ്കിൽ ഭഗവാനോട് ഇത്രയും ദേഷ്യമുള്ള ആരാണ് ഈ കാട്ടിലുള്ളത്? എനിക്കിതറിയണം എന്നുള്ള ഒരു ജിജ്ഞാസയോടുകൂടി കിടന്നുറങ്ങിയാണ്, സങ്കടത്തോടുകൂടി കിടന്നുറങ്ങിയാണ്. അന്ന് രാത്രിയിൽ ഈ പൂജാരിയുടെ സ്വപ്നത്തിൽ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. വർഷങ്ങളായിട്ട് പൂജ ചെയ്യുന്ന ആളാണ് ഈ പൂജാരി. ഇതുവരെ ഭഗവാൻ സ്വപ്ന ദർശനം കൊടുത്തിട്ടില്ല. പക്ഷെ കണ്ണപ്പൻ്റെ കാര്യം വന്നപ്പോൾ ശിവഭഗവാൻ ഈ പൂജാരിക്ക് ദർശനം കൊടുക്കുകയാണ്. നീ വിചാരിക്കുന്നത് പോലെ അവനൊരു ക്രൂരനോ അല്ലെങ്കിൽ എൻ്റെ ഒരു ശത്രുവോ അല്ലെങ്കിൽ എന്നോട് ദേഷ്യമുള്ള ആളോ അല്ല, എൻ്റെ പരമമായ ഭക്തനാണ്. നിനക്ക് ആരാണെന്ന് കാണണമെന്ന് സ്വപ്നത്തിൽ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇത്രയും ഒക്കെ ചെയ്തിട്ടും ഭഗവാൻ ഇത്രയും കരുണ കാണിക്കുന്ന ആൾ ആരാണെന്ന് എനിക്ക് അറിയണമെന്ന് ഇദ്ദേഹവും പറയാം, സ്വപ്നത്തിൽ തന്നെ പറയാം. കാരണം എന്താ? ഇത്രയും മാന്യമായിട്ട് ഞാൻ പൂജ ചെയ്തിട്ട് എനിക്ക് പോലും അങ്ങ് തരാത്ത സ്നേഹം എന്തുകൊണ്ടാണ് ഈ പന്നി മാംസം അങ്ങേക്ക് സമർപ്പിക്കുന്നതിന് കൊടുക്കുന്നത്? എനിക്കിന്ന് അറിയണം എന്നുള്ള രീതിയിൽ നിൽക്കുക. അപ്പോൾ ശിവഭഗവാൻ പറയാണ്, നാളെ നീ മറഞ്ഞു നിന്ന് നോക്കിക്കോളൂ, ആരാണെന്ന് നിനക്ക് മനസ്സിലാകും. ഇതുപോലെ തന്നെ ഈ പൂജാരിയുടെ പൂജകളെല്ലാം പിറ്റേ ദിവസം രാവിലെ തന്നെ പോയി ചെയ്തതിന് ശേഷം അവിടെ കാട്ടിൽ മറഞ്ഞിരിക്കുകയാണ്. ആരാണ് ഈ വിരുദ്ധനെന്ന് കാണണമല്ലോ, ഇവൻ ആരാണെന്ന് മനസ്സിലാകണമല്ലോ, എങ്കിലല്ലേ ഇവനെ കൈയോടെ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പതിവ് പോലെ തന്നെ നല്ല സന്തോഷിച്ച് ഉല്ലസിച്ച് നമ്മുടെ കണ്ണപ്പം വരികയാണ്. പതിവ് പോലെ വായിൽ ജലം, കയ്യിൽ മാംസം, തലയിൽ പൂ, പിന്നെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വളർത്തുനായ, കണ്ണപ്പൻ്റെ വളർത്തുനായ, തിന്നൻ്റെ വളർത്തുനായ പതിവ് പോലെ തന്നെ ഭഗവാന് മുന്നിൽ സമർപ്പിക്കുന്നു. വായിൽ കൊണ്ടിരുന്ന ജലം ഭഗവാന്റെ ശിവലിംഗത്തിലേക്ക് സമർപ്പിക്കുന്നു. അതുപോലെ പുഷ്പങ്ങളും സമർപ്പിക്കുന്നു. സമർപ്പിച്ചതിന് ശേഷം ഈ ശിവലിംഗത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം ഈ ശിവലിംഗത്തെ കൽപ്പിച്ചുകൊണ്ട് 2 കണ്ണുകൾ, ജീവൻ തുടിക്കുന്നത് പോലത്തെ 2 കണ്ണുകൾ ഈ ശിവലിംഗത്തിനുണ്ട്. അപ്പോൾ ഈ പൂജാരിക്ക് മുന്നിൽ സ്വന്തം ഭക്തൻ എന്തുകൊണ്ട് ഇത്രയും വലിയ ഭക്തനായെന്ന് ശിവഭഗവാന് തെളിയിക്കണമല്ലോ.
എങ്കിലല്ലേ അതിൻ്റെ ഒരു എന്താ പറയുക ശക്തി വരികയുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ഭക്തൻ്റെ എപ്പോഴും ഭഗവാന്റെ ലീലകളൊക്കെ എന്തിനാണ്? ഭക്തൻ്റെ ആ ഭക്തി തെളിയിക്കാനാണ്. അത് പ്രഹ്ലാദൻ്റെ കാര്യത്തിലാണെങ്കിലും മാർക്കണ്ഡേയൻ്റെ കാര്യത്തിലാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ഭക്തൻ്റെ ഭക്തി തെളിയിക്കുക എന്നുള്ളത് ഭഗവാന്റെ അവകാശമാണ്. ഭക്തനെ ഫേമസ് ആക്കുക. എനിക്ക് ഫേമസ് ആണ്, പക്ഷേ എൻ്റെ ഭക്തൻ ഫേമസ് ആണ്. ആ ഒരു ലക്ഷ്യത്തോടു കൂടി ഭഗവാൻ ഒരു ലീല കാണിക്കുകയാണ്. ഈ ശിവലിംഗത്തിൽ ഘടിപ്പിച്ചിരുന്ന 2 കണ്ണിൽ ഒരു കണ്ണിൽ നിന്ന്, ഇടത്തെ കണ്ണിൽ നിന്ന് ധാരധാരയായി രക്തം ചൊരിയുന്നു. രക്തം ചൊരിയുന്ന കണ്ട കണ്ണപ്പൻ വിഭ്രാന്തിപ്പെട്ടു. അയ്യോ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഭഗവാന്റെ കണ്ണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എവിടെ നിന്നൊക്കെയോ പച്ചമരുന്നുകൾ കൂട്ടി നമ്മൾ വെപ്രാളത്തോടു കൂടി ആ കണ്ണിൽ വെക്കുന്നു, പരിചരിക്കുന്നു, എല്ലാം ചെയ്യുന്നു. അത്രത്തോളം കിടുങ്ങിപ്പോയി, അത്രത്തോളം സങ്കടത്തിലായിപ്പോയി. കണ്ണീര് ധാരധാരയായി വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണപ്പൻ്റെ കണ്ണിൽ നിന്ന്. കാരണം എൻ്റെ ഭഗവാൻ എന്ത് പറ്റി എന്നുള്ള സങ്കടത്തോടു കൂടി. അപ്പോൾ മരുന്ന് വെച്ചിട്ടും അവിടെ നിന്ന് ഇങ്ങനെ ധാരധാരയായി വന്നുകൊണ്ടിരുന്നപ്പോൾ ആ കണ്ണ് അറ്റുപോകുമെന്നുള്ള ആയപ്പോൾ ഈ കണ്ണിന് പകരം ഭഗവാന് കണ്ണ് പോയെങ്കിൽ, ഭഗവാന്റെ കണ്ണിൽ നിന്ന് രക്തം വരികയാണെങ്കിൽ ഭഗവാന്റെ കണ്ണിന് പകരം ഞാൻ എൻ്റെ കണ്ണ് തരാം എന്നുള്ള ഭാവത്തോടു കൂടി അമ്പെടുത്ത്, തൻ്റെ കയ്യിലിരുന്ന ഒരു അമ്പെടുത്ത് തൻ്റെ കണ്ണ് തന്നെ ചൂഴ്ന്നെടുത്ത്, തൻ്റെ ഇടത്തെ കണ്ണ് ചൂഴ്ന്നെടുത്ത് ശിവലിംഗത്തിൻ്റെ ഇടത്തെ സൈഡിൽ ഇദ്ദേഹം കൊണ്ട് വെച്ചു. എവിടെ നിന്നായിരുന്നു? ഇടത്തെ സൈഡിലെ കണ്ണിൽ നിന്നായിരുന്നു ശിവലിംഗത്തിൻ്റെ ധാരധാരയായി രക്തം ചൊരിഞ്ഞതെങ്കിൽ ആ സ്ഥലത്തേക്ക് സ്വന്തം കണ്ണ് ചൂഴ്ന്നെടുത്ത് ആ വേദനയിലും സന്തോഷിച്ചുകൊണ്ട്, കാരണം എൻ്റെ ഭഗവാന് കണ്ണ് കിട്ടി. എൻ്റെ കണ്ണ് പോയി, പക്ഷേ എൻ്റെ ഭഗവാന് കണ്ണ് കിട്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഭഗവാൻ എന്ത് പോയാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ ആഗ്രഹം നടക്കണമെന്ന് ചിന്തയുള്ളവരാ നമ്മൾ. പക്ഷേ ഇവിടെ നോക്ക്, എൻ്റെ കണ്ണ് പോയി, പക്ഷെ ഭഗവാന് കണ്ണ് കിട്ടി. ആ സമർപ്പണ ഭാവത്തോടു കൂടി, ഭക്തിയോടുകൂടി, നിഷ്കാമമായി ഭഗവാന് കിട്ടിയാൽ മതി, എനിക്ക് വേണ്ട, എന്നേക്കാൾ മുകളിൽ ഞാൻ ഭഗവാനെ വെക്കുന്നു എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി ഇടത്തെ കണ്ണ് വെച്ചു. അപ്പോൾ അടുത്ത പരീക്ഷണം, വലത്തെ കണ്ണിൽ നിന്നും, ശിവലിംഗത്തിൻ്റെ വലത്തെ കണ്ണിൽ നിന്നും ഇതുപോലെ ധാരധാരയായി രക്തം ചൊരിയുന്നു. ആ കണ്ണ് മറ്റു പോകുമെന്ന സ്ഥിതിയായപ്പോൾ എൻ്റെ വലത്തെ കണ്ണും, ഒരു കണ്ണ് പോയി, ഇനി എൻ്റെ വലത്തെ കണ്ണും കൂടി ഞാൻ തന്നേക്കാം. എൻ്റെ ഭഗവാൻ കണ്ടാൽ മതി, എനിക്ക് കാഴ്ചയില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ ഭഗവാൻ കണ്ടാൽ മതി, എൻ്റെ ഭഗവാൻ ഒന്നും സംഭവിക്കരുത് എന്നുള്ള ആ ഭാവത്തോടു കൂടി ഇനി ഇടത്തെ കണ്ണ് പോയി വലത്തെ കണ്ണും കൂടെ പോകുമ്പോൾ എവിടെ ഈ കണ്ണ് ഘടിപ്പിക്കണമെന്നറിയില്ലല്ലോ, എവിടെ ഈ കണ്ണ് വെക്കണമെന്നറിയില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ കാലുകൊണ്ട് എവിടെ നിന്നാണോ ശിവഭഗവാന്റെ പുതിയതായിട്ട് ഈ വലത്തെ കണ്ണിൽ നിന്ന് എവിടെ നിന്നാണോ രക്തം ചൊരിയുന്ന ആ കണ്ണിൻ്റെ അങ്ങോട്ട് സ്വന്തം കാലുകൊണ്ട് സ്പർശിച്ചുകൊണ്ട്, കാരണം ഈ കാലുകൊണ്ട് സ്പർശിക്കുന്ന എന്തിനാണ്? ആ കാലിൻ്റെ ആ വിരൽ, ആ തള്ളവിരൽ ഇരിക്കുന്നിടത്താണ് കണ്ണ് എന്നറിയാനാണ്. കാരണം രണ്ടാമത്തെ കണ്ണും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ കാഴ്ചയില്ലല്ലോ. അപ്പോൾ രണ്ടാമത്തെ കണ്ണും കൂടി ചൂഴ്ന്നെടുത്ത് ശിവന് വേണ്ടി സമർപ്പിക്കാൻ തുടങ്ങുമ്പോൾ ശിവലിംഗത്തിൽ നിന്നൊരു കൈ വന്ന് തടയുന്നു, കൈ വന്ന് പിടിക്കുന്നു, ഈ അമ്പേൽ പിടിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് പിടിക്കുന്നു. അതാരാണെന്നറിയാമോ? സാക്ഷാൽ പരമേശ്വരി, അമ്മ ദേവി. കാരണം ശിവലിംഗത്തിൽ നമുക്കറിയാം, ശിവലിംഗത്തിൽ ശിവനുമുണ്ട്, ശക്തിയുമുണ്ട്. യോനീപീഠമായി പ്രപഞ്ചമായി ശക്തിയും ലിംഗഭാഗമായി സാക്ഷാൽ സദാശിവനും വിരാജിക്കുന്ന ആ പുണ്യമായിട്ടുള്ള സങ്കല്പമാണ് ശിവലിംഗം. ശിവലിംഗം എന്ന് പറഞ്ഞാൽ ജഗത്തിൻ്റെ അച്ഛനും അമ്മയാണ്. പിതാവും അമ്മയും, പിതാവും മാതാവും ഒരുമിച്ച് നിൽക്കുന്ന സ്ഥലമാണ് ശിവലിംഗം. ആ ശിവലിംഗത്തിൽ തന്നെയുള്ള അമ്മ വന്ന് കയ്യിൽ പിടിക്കുകയാണ്, മകനെ അരുത്. ആ സമയം അവിടെ ഒളിഞ്ഞിരുന്ന ആ പൂജാരിക്ക് മനസ്സിലാകുകയാണ്, എനിക്ക് ഇത്രയും സമർപ്പണ ഭാവമില്ല, സ്വന്തം കണ്ണ് കൊടുത്തിട്ടൊന്നും ഭഗവാനെ നിലനിർത്തേണ്ട ഭക്തി എനിക്കില്ല. ഇത് കണ്ടതും ആ പൂജാരിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി വന്നു. പിന്നെ ഈ തടഞ്ഞ കൈ മുഴുവനായി ശിവനും ശക്തിയും ചേർന്ന് കണ്ണപ്പന് ദർശനം കൊടുത്തു. ആ ശിവലിംഗത്തിൽ തന്നെ കണ്ണപ്പൻ ലയിച്ചു. അതുപോലെ തന്നെ ഇന്നും നമ്മൾ ആ സ്ഥലത്ത് ചെല്ലുകയാണെങ്കിൽ, കണ്ണപ്പ നായനാരുടെ ശിവനെ കാണാൻ ചെല്ലുകയാണെങ്കിൽ, ആദ്യം നമ്മൾ കണ്ണപ്പ നായനാരെ ആരാധിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മല കയറുകയുള്ളൂ. കാരണം കണ്ണപ്പനെ അത്രത്തോളം ഭഗവാൻ എടുത്ത് തോളത്ത് വെച്ചിരുന്നു. എങ്ങനെയാണോ നമ്മൾ ഇടുമ്പൻ്റെ ഓർമ്മയ്ക്കായി എന്തുകൊണ്ടാണ് നമ്മൾ കാവടിയാടുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ പളനിമല കയറുന്നതിന് മുമ്പ് ഇടുമ്പം മല കയറാതെ പളനിമലയ്ക്ക് കയറിയാൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു അനുഗ്രഹം കിട്ടില്ല, ഗ്യാരണ്ടി. ആദ്യം നമ്മൾ ഇടുമ്പം മല കയറി ദ്വാരപാലകനായും ഭഗവാന്റെ ഏറ്റവും ഉത്തമ ഭക്തനായും പളനിയിൽ നിലകൊള്ളുന്ന, പളനി തന്നെ ഉണ്ടാകാൻ കാരണമായ 2 മലകളും ചുമന്നുകൊണ്ടുവന്ന ഇടുമ്പൻ എന്ത് പ്രാതിനിധ്യമാണോ, എന്ത് പ്രാധാന്യമാണോ നമ്മളുടെ മുരുക ഭഗവാൻ കൊടുത്തത്, അതേ പ്രാധാന്യമാണ് ഇവിടെ കണ്ണപ്പന്.
ശിവഭഗവാൻ കൊടുക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇടുമ്പൻ്റെ ഭക്തിയേക്കാൾ എത്രയോ മുകളിലുള്ള ഭക്തിയാണ് കണ്ണപ്പൻ്റെ ഭക്തി. കണ്ണപ്പൻ്റെ ഭക്തിയോളം വേറെ ആർക്കും വരില്ല. അപ്പം അത്ര വലിയ കണ്ണപ്പൻ നായനാരുടെ കഥ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഒറ്റ കാര്യം ബോധ്യപ്പെടുത്താനാണ്. കഴിഞ്ഞ ദിവസം വളരെ സങ്കടം തോന്നിയൊരു കാര്യമുണ്ട്. ഞാൻ ഒത്തിരി പറഞ്ഞു ശിവഭഗവാനും വിഷ്ണു ഭഗവാനും അല്ലെങ്കിൽ ദേവിയുമാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് വാദിക്കാനും ജയിക്കാനുമായി പലരും ശ്രമിക്കുന്നു. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഒരാൾ മാത്രം ഇപ്പോഴും ശ്രമിക്കുന്നു, ശിവനാണ് വലുത്, ശിവനാണ് വലുത്. നിങ്ങളിപ്പോൾ പറയുന്നതിൻ്റെ അപ്പുറം എനിക്ക് ശിവഭഗവാനെക്കുറിച്ച് അറിയാം. പക്ഷെ ഞാൻ പറയുന്നില്ലല്ലോ. കാരണം എന്താ? അഹന്തയുള്ളവരുടെ അടുത്ത് ഭഗവാനില്ല. മനസ്സിലാക്കണം. ഞാൻ എല്ലാവരോടും കൂടെ അല്ല പറയുന്നത് കേട്ടോ. വളരെ സങ്കടത്തോടു കൂടി എത്ര പറഞ്ഞിട്ടും മനസ്സിലാകാത്ത ചിലരുണ്ട്. അവരെ ഞാൻ ഉപേക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ഞാൻ പറയുകയാണ്, അങ്ങനെയുള്ളവരുടെ വാക്കുകൾ കേട്ട് ആരും തളരരുത്. അവർക്ക് ഭഗവാനെ അറിയാത്തത് കൊണ്ടാണ്. ഭഗവാനെ അറിയാവുന്ന ആൾ ഒരിക്കലും മറ്റത് വേറെ ഞാൻ വേറെ എന്നുള്ള ചിന്തയില്ല. എല്ലാം മേഘം എന്നുള്ള ഭാവത്തിലേക്ക് എത്തും. അപ്പം ഇങ്ങനെ എല്ലാവരും എത്തട്ടെ. ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപത്യേ.